ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, ഈശോയെ സ്വന്തമാക്കാൻ നീ എന്ത് വില കൊടുക്കും? ചോദ്യം ആവർത്തിക്കാം. ഈശോയെ സ്വന്തമാക്കാൻ നീ എന്ത് വില കൊടുക്കും? വിലയുള്ളതെല്ലാം വില കൊടുത്ത് തന്നെ വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സൗജന്യമായി ലഭിക്കുന്നതാണെങ്കിൽ കൂടെ അത് വിലയില്ലാത്തതല്ല. ഇന്നത്തെ ചോദ്യത്തിന്റെ അടിസ്ഥാനം, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ലോകം മുഴുവനും നേടിയാലും നിനക്ക് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? നീ എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അങ്ങനെ തന്നെ പരിത്യജിച്ച് ഈശോയുടെ പിറകെ പോയി കൊല്ലപ്പെട്ട, അങ്ങനെ മരണത്തിലൂടെ ഈശോയെ പൂർണ്ണമായി സ്വന്തമാക്കിയ ഒരു വിശുദ്ധയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കർമ്മലീത്ത മിണ്ടാമഠത്തിൽ ചേർന്ന് വിശുദ്ധയായി തീർന്ന ഒരു വിശുദ്ധ, ജർമ്മനിയിൽ നിന്നുള്ള ഒരു വിശുദ്ധയാണ് ഇവൾ. ഈഡിസ്റ്റെയിൻ എന്നാണ് ഈ വിശുദ്ധയുടെ പേര്. ഒരു യഹൂദ വനിതയായ, ഒരു യഹൂദ കുടുംബത്തിലാണ് ഈഡിസ്റ്റെയിൻ ജനിച്ചത്. ജനിക്കുകയും നന്നായിട്ട് പഠിക്കുകയും ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി കിട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ പ്രായത്തിൽ 26 വയസ്സുള്ളപ്പോഴാണ് പ്രൊഫസറായിട്ട് ജോലിയൊക്കെ കിട്ടി. ലോകപ്രശസ്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈഡിസ്റ്റെയിൻ ഒരു വീട്ടിൽ, നമ്മൾ വായിച്ചു കേട്ടതുപോലെ, ഒരു വീട്ടിൽ ഒരു ദിവസം അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ, വെക്കേഷൻ ഹോളിഡേക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈഡിസ്റ്റെയിന് വായിക്കാൻ കിട്ടിയ പുസ്തകം അമ്മ ത്രേസ്യയുടെ ആത്മകഥയാണ്. നമ്മൾ ഇന്നലത്തെ ശുശ്രൂഷയിൽ അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം വളരെ സംഗ്രഹിച്ച് കണ്ടതാണ്. അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം വായിച്ച ഈഡിസ്റ്റെയിന് മനസ്സിലായി എന്താണ് സത്യമെന്ന്. ഈഡിസ്റ്റെയിൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് സത്യം എന്താണെന്നാണ്. അതായത് കർത്താവ് മിശിഹായാണ് സത്യമെന്നും അവിടത്തോട് ചേർന്നുള്ള ജീവിതമാണ് സത്യമെന്നും അവിടത്തോട് ചേർന്നുള്ള മരണമാണ് സത്യമെന്നുമൊക്കെ ബോധ്യപ്പെട്ട ഈഡിസ്റ്റെയിൻ മാമോദീസ സ്വീകരിക്കുകയും അമ്മ ത്രേസ്യയുടെ മിണ്ടാമഠത്തിൽ, അതായത് കർമ്മലീത്ത മിണ്ടാമഠത്തിൽ ഒരംഗമായി ചേരുകയും ചെയ്തു. അതിനുശേഷം മാമോദീസയൊക്കെ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായെങ്കിലും ഹിറ്റ്ലറുടെ മതപീഡന കാലത്ത്, ഇവൾ ജനിച്ചത് യഹൂദയായിട്ടാണല്ലോ, അപ്പോൾ യഹൂദരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇവളെ തിരിച്ചറിയുകയും ഇവൾ യഹൂദയാണെന്നറിയുകയും മിണ്ടാമഠത്തിൽ വന്ന് പോലീസുകാര് ഈഡിസ്റ്റെയിനെ അറസ്റ്റ് ചെയ്യുകയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊല്ലുകയും ഗ്യാസ് ചേംബറിലിട്ട് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അവൾ ഗ്യാസ് ചേംബറിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഗ്യാസ് ചേംബറിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തന്റെ മരണം കാത്തു കിടന്ന സമയത്തും ഈഡിസ്റ്റെയിൻ എങ്ങനെയാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വ്യാപരിച്ചത് എന്നതിനെക്കുറിച്ച് പഠനങ്ങളുണ്ട്. താൻ തന്നെ കൊല്ലപ്പെടും എന്ന തൻ്റെ മരണം മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഈ പുണ്യവതി, പ്രിയപ്പെട്ടവരെ, വേദനയാൽ കഴിയുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചുറ്റി നടന്നു എന്നാണ് രേഖകൾ പറയുന്നത്. നമ്മുടെ തന്നെ ജീവിതത്തിൽ, നമ്മുടെ തന്നെ ദുഃഖ ദുരിതങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മൾ വേദനകളിലാണ്, നമ്മൾ രോഗങ്ങളിലാണ്, നമ്മൾ തകർച്ചകളിലാണ്, നമ്മൾ പ്രയാസത്തിലാണ്. അപ്രകാരം ഒരു സമയത്തും വേദനിക്കുന്നവരുടെ നേരെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ തന്നെ പ്രയാസങ്ങൾ കൊണ്ട് അന്ധമായി പോയ സമയങ്ങൾ, മറ്റുള്ളവരുടെ വേദനകൾ കാണാൻ കഴിയാത്ത വിധം കണ്ണടഞ്ഞു പോവുകയും രോദനങ്ങൾ കേൾക്കാൻ കഴിയാത്ത വിധം കാതടഞ്ഞു പോവുകയും
ചെയ്ത സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ